ഡോക്ടറെ, വെള്ളം കുടിച്ചാൽ പോലും തടി കൂടുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും എൻ്റെ ഒ പികളിൽ കേൾക്കുന്ന ഒരു സെൻറ്റൻസാണ് ഇത്. അപ്പോൾ വെള്ളം കുടിച്ചാൽ തടി കൂടുന്ന ആളുകൾ, പോകുന്ന വഴിക്ക് ഒരു ബിരിയാണി കഴിച്ചാൽ 1 കിലോ കൂടി, ആ 1 കിലോ ശരീരത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ നമുക്കിടയിലുണ്ട്. ഇത് തന്നെയാണ് GLP-1 അനലോഗുകളുടെ അല്ലെങ്കിൽ ബാരിയാട്രിക് സർജറിയുടെ ഒക്കെ പ്രസക്തി. എന്തുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് വില കൂടിയ മരുന്നുകൾ ഒബിസിറ്റി അല്ലെങ്കിൽ അമിതഭാരത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് സർജറി വേണ്ടി വരുന്നത്, ബാരിയാട്രിക് സർജറി പോലുള്ള വലിയ സർജറികൾ ഒബിസിറ്റിക്ക് വേണ്ടി വരുന്നത്? പല ആളുകളിലും ഓരോരുത്തർ ബേസൽ മെറ്റബോളിക് റേറ്റ് ഡിഫറൻ്റ് ആണ്. പല ആളുകളും പല ടൈപ്പാണ്. നമ്മളുടെ ജനറ്റിക് മേക്ക് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള എനർജി എക്സ്പെൻഡിച്ചർ, അതായത് ബേസൽ മെറ്റബോളിക് റേറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇഫക്റ്റീവായി എല്ലാവർക്കും വെയിറ്റ് ലൈഫ് സ്റ്റൈൽ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ എക്സസൈസോ ഡയറ്റോ കൊണ്ടോ മാറിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ളൊരു ചെറിയ ശതമാനം ഉണ്ട് നമുക്ക് ചുറ്റും. അത്രക്കാർക്ക് വെയിറ്റ് കുറയ്ക്കാനാണ് GLP-1 അനലോഗുകൾ ഉപയോഗിക്കേണ്ടത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, മൊഞ്ചാരോയും ഒസമിക്കും അല്ലെങ്കിൽ സെമാഗ്ലൂട്ടൈഡും ഒക്കെ നമ്മുടെ ഡയറ്റിനും എക്സസൈസിനും അഡ്ജൻ്റാണ്. നിങ്ങൾ എന്തായാലും ഡയറ്റും എക്സസൈസും ചെയ്യണം. അതിനോടൊപ്പം ഈ മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കൃത്യമായിട്ട് കുറഞ്ഞു വരും. അത് നിങ്ങൾക്ക് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യാൻ എക്സസൈസും ഡയറ്റും കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ മെഡിക്കൽ ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം മരുന്നുകൾ എടുക്കുക. അതൊരു എക്സ്പേർട്ടിൻ്റെ കീഴിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു. Stay healthy. Follow for more.